നിങ്ങളിപ്പോ കൊണ്ടുവന്നിട്ട് ഇതാ ഹസ്രതിയുടെ കയ്യിലുള്ള പരമ്പര ഇതാന്ന് വായിച്ചാൽ അവർ പറയും അത് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയതാണെന്ന്. അത് പറയാതിരിക്കാനാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വാ, ടിക്കറ്റ് നമ്മൾ എടുത്തു തരാമെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഹസ്രതിയിലേക്ക് പോകാം, എന്നിട്ട് രേഖ പരിശോധിക്കാം. ഇനി അബൂദാബിയിലേക്ക് ചെന്നാൽ ഈ മുടി കൊടുത്ത കക്ഷി എനിക്ക് ഇന്നാളാ തന്നിരുന്നത്, മൊഹിയുദ്ദീൻ ഷെയ്ഖാ തന്നിരുന്നത്, അദ്ദേഹത്തിനടുത്ത് ബഗ്ദാദിൽ ചെന്ന് ചോദിക്കാൻ അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. എനിക്ക് മുടി തന്ന ആളും സനത് തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മുടി തന്നത് മൊഹിയുദ്ദീൻ ഷെയ്ഖാണ്, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗ്ദാദിലാണ്, അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗ്ദാദിലാണ്, അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗ്ദാദിലാണ്, അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. കാന്തപുരത്തെയും സംഘത്തെയും തിരുമുടി രക്ഷിച്ചേക്കും. എന്നാൽ ഇത്തരം പണ്ഡിതന്മാരിൽ നിന്ന് അള്ളാഹുവിനെയും റസൂലിനെയും ആര് രക്ഷിക്കും എന്നാണ് ഡെമോക്രസിക്ക് മനസ്സിലാകാത്തത്. ഏതാണെങ്കിലും ഒരു എ ഗ്രേഡ് ഞാനതിന് കൊടുക്കുകയാണ് ആ ചോദ്യത്തിന്. ഇത് നമ്മൾ ചോദിച്ചാലാണ് ചിലപ്പോൾ ആൾക്കാർക്ക് ഉരുളൻ കല്ലൊക്കെ എടുക്കാൻ തോന്നാം, നമ്മൾ ചോദിക്കണില്ല. ഇരിക്കട്ടെ, ഏതാണെങ്കിലും സുഹൃത്തുക്കൾ, എങ്ങൾക്ക് ഇപ്പൊ എന്താ മനസ്സിലായത്? ഈ വിഷയത്തിൽ കാന്തപുരം അങ്ങനെ പറഞ്ഞ രക്ഷപ്പെട്ടില്ലേ? നേരെ മൊഹീദ്ദീൻ ഷേഖിന്റെ ഖബറിങ്ങ ചെല്ല, ഷെയ്ഖ് അവറുകളെ, ഈ മുടി ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ കൊടുത്ത മുടിയാണോ? നിങ്ങളെ വിശ്വാസം അനുസരിച്ച് എന്താ കേൾക്കും, പ്രതികരിക്കും. ഖബറിന്ന് കൈയെടുത്ത ശേഖന്മാര് വരെയുണ്ട് അല്ലേ? ഖബറിന്ന് കൈയെടുത്ത ശേഖന്മാര് വരെയുണ്ട്. ഇങ്ങോട്ട് വാ, ഇജവിടെ നിൽക്കണ്ട, അങ്ങോട്ട് പോര് എന്ന് പറഞ്ഞവര് വരെയുണ്ട്. ഇല്ല, ഉണ്ടല്ലോ. അപ്പൊ കൂരിയാടിനെതിരെ നിങ്ങളുടെ അടിസ്ഥാനം പൊളിഞ്ഞിരിക്കുന്നു. മുടി വിവാദത്തിലൂടെ വന്നതാ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ തൗഹീദ് വരെ മുടി വിവാദത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. ഓൽക്ക് വിവരമല്ലായിട്ടാ, ഓർക്കൊരു വിവരമല്ല. അതുകൊണ്ടാണെങ്കിൽ പേരോടിനെ കൊണ്ട് ഞാൻ പറയും അടുത്ത് എന്താ അറിയോ, ഹംസ മൗലവി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് ഒരു കാര്യം പറഞ്ഞു, ഇല്ല എന്നിവർക്കിടയിൽ ഒരു തർക്കം, അത് നുണയാണ് അല്ല എന്നുള്ളൊരു തർക്കം. അപ്പൊ പേരോട് പറയാ, എന്ത് നമുക്ക് ഹംസ മൗലവി ജീവിച്ചിരിക്കണ്ടല്ലോ, മൂപ്പരോട് ചോദിക്കാം, കണ്ണിയത്ത് ഉസ്താദോ ഇ കെ ഉസ്താദൊക്കെ ആണെങ്കിൽ നടക്കൂലല്ലോ എന്നാ. നടക്കൂലേ? ജീവിച്ചോരും മരിച്ചോരൊക്കെ കണക്കല്ലേ? ജീവിച്ചോരും മരിച്ചോരും കണക്കല്ലേ കൂട്ടരെ? എന്ന് എങ്ങനെ അല്ലാതായത്? അപ്പൊ സനത് വേണം നിങ്ങളെ പഠിപ്പിച്ചപ്പോ. അതുകൊണ്ട് പേരോടനെ പറയട്ടെ, മൂപ്പര് പറയണത് കേൾക്കാൻ ഒരു പ്രത്യേക രസം ഉണ്ടാകും. കുട്ടൊടുക്കി ഹംസക്കുട്ടി മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കണ്ണിയത്ത് ഉസ്താദാണെങ്കിൽ ഇപ്പൊ പോയി ചോദിക്കാൻ കഴിയില്ല, വഫാത്തായി പോയിരിക്കുന്നു. ഇ കെ ഉസ്താദാണെങ്കിൽ വഫാത്തായി പോയിരിക്കുന്നു. ഇത് ഹംസക്കുട്ടി മുസ്ലിയാരാണ്. ഹംസക്കുട്ടി മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കണ്ണിയത്ത് ഉസ്താദാണെങ്കിൽ ഇപ്പൊ പോയി ചോദിക്കാൻ കഴിയില്ല, വഫാത്തായി പോയിരിക്കുന്നു. ഇ കെ ഉസ്താദാണെങ്കിൽ വഫാത്തായി പോയിരിക്കുന്നു. ഇത് ഹംസക്കുട്ടി മുസ്ലിയാരാണ്. ഹംസക്കുട്ടി മുസ്ലിയാരാണ്. മൂപ്പര് ജീവിച്ചിരിപ്പുണ്ട്. ചോദിച്ചാൽ ഉത്തരം കിട്ടും. കണ്ണിയത്ത് ഉസ്താദ് ഷെയ്ഖല്ലേ? നിങ്ങൾ രണ്ടു കൂട്ടരുമല്ലേ ഷെയ്ഖ? മൂപ്പർക്ക് എന്തല്ലേ? നോട്ട് റെസ്പോണ്ടിങ് ഓർ ഔട്ട് ഓഫ് കവറേജ് ഏരിയ. അത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാ. ഖുർആൻ പറഞ്ഞാണ്, ഇൻതദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും. അത് ഖുർആൻ തന്നെ പണ്ട് പഠിപ്പിച്ചാണ്. ഇനി അതിലേറെ വലിയ തമാശ എന്താ അറിയോ? പൊന്മള പറഞ്ഞളഞ്ഞ് നബിന്റെ മുടി കത്തൂലാന്ന് കാന്തപുരം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാന്തപുരം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കത്തും. നബിന്റെ വഫാത്തിന്റെ ശേഷം കത്തും. കാരണം നബിയുടെ മുഅ്ജിസത്തുകൾ ആകെ ബാക്കിയിരിക്കുന്നത് എന്താ? ഖുർആൻ മാത്രമാണ്, വേറൊന്നുമില്ല. ഖുർആൻ മാത്രമേ ബാക്കിയിരിക്കുള്ളൂ. ആണ് അല്ലാന്ന് ഉറപ്പിക്കാൻ കാരണം എ പി ഉസ്താദ് അടക്കം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് കത്തൂലാന്ന് എ പി ഉസ്താദ് അടക്കം പറഞ്ഞു. എ പി ഉസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലേ, തിരുകേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്നല്ലേ. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് തന്നെ ഞാൻ കത്തിച്ചു, അത് കത്തി. എന്നാ എ പി ഉസ്താദ് ആ പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ യോജിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹിന്റെ ആയത്ത് കാലത്താണ്. പിന്നെ അത് വഫാത്തിന് ശേഷം അത് ബാധകമാവില്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അത് നിലനിൽക്കില്ല. റസൂലുള്ളാഹിന്റെ മൗജിദാത്തിൽ നിന്ന് ഖിയാമ വരെ നിൽക്കണം മൗജിദത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. ബാക്കി നിലനിൽക്കണമെന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളെങ്കിലും മൗജിദത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുക. കൂട്ടരെ, മൗജിദത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ ചോദിക്കണത്. അങ്ങനെയാണ് നിങ്ങളൊരു വിശദീകരണം. മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ചോദിക്കും? അമ്പിയാക്കളോട് മുഅ്ജിസത്തിന്റെയും ഔലിയാക്കളോട് കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ ചോദിക്കുന്നു. എങ്കിൽ പിന്നെ എങ്ങനെ നിലനിൽക്കും? നിങ്ങളെങ്ങനെ ചോദിക്കും? അപ്പോ പേരോടിനെ കൊണ്ട് ഞാൻ പറയിച്ചു, കാന്തപുരത്തെ പൊന്മണനെ കൊണ്ടും പറയിച്ചു, അപ്പുറത്ത് കൂരിയാട് നബിയെ കൊണ്ടും പറയിച്ചു. കിട്ടാവുന്നതിലേറ്റവും വലിയ നേതാക്കന്മാര്
ജനങ്ങളെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് തന്നു കഴിഞ്ഞു, ഇനി രക്ഷപ്പെടുക. അവിടെ നിങ്ങൾ കേൾക്കണമല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എന്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയണം ഞാൻ സമീപസ്ഥനാണെന്ന്. ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന്. ഫല്ലസ്തജീബു ലീ, അതുകൊണ്ട് അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ. ഉത്തരം കിട്ടാത്തവരോടും അശ്രദ്ധരാകുന്നവരോടും കഴിവില്ലാത്തവരോടും കഴിവുകൾ കെട്ടടങ്ങിപ്പോയവരോടും ചോദിച്ച് കാലം കളയണ്ട. വഖാല റബ്ബുക്കും, നിങ്ങൾ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് തേടിക്കോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാ. നിങ്ങളെ റബ്ബ് നിങ്ങൾ കൈ നീട്ടുമ്പോ ഉത്തരം കൊടുക്കാതെ മടക്കുന്നത് അവന് ലജ്ജയാണ്, അവന് വിഷമമാണ്. രാത്രിയും പകലും അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ നിൽക്കുന്നു. മാത്രമല്ല വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ കണ്ടനാടിയോളം ഞാൻ അടുത്തവനല്ലേ. എന്നിട്ട് എന്റെ അറിവും കഴിവും ഇവിടെ ഉണ്ടായിട്ട് എന്നെ ഒഴിവാക്കി എന്തിനാ നാഗൂരിലേക്ക് പോണത്, എന്തിനാ അജ്മീറിലേക്ക് പോണത്, എന്തിനാ കണ്ണിയത്തിന്റെ അടുത്തേക്ക് പോണത്, എന്തിനാ മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കണത്? അവിടെ പോയി ചോദിച്ചാൽ വരെ ഉത്തരം കൊടുക്കാത്ത ആളോട് എന്തിനാ ഇപ്പോൾ ചോദിക്കുന്നത്?